ഈ ചൂടെടുത്തിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, രാത്രി ഒരു 11 മണിക്ക് ശേഷം കറണ്ട് പോകുന്നുണ്ട്. അതെ, ഭയങ്കര ചൂടിട്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോ കറണ്ട് പോകും. എന്താ അവസ്ഥയാണ് അല്ലേ? ഉഷ്ണതരംഗം എന്നാണ് ഇവര് പറയുന്നത്. പോരാത്തതിന് ഈ ചൂട് പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് ജനല് തുറന്നിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കടിയും കിട്ടും. ഇടി വെട്ടിയുടെ തലേ പാമ്പ് കടിച്ചു എന്നൊരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ KCB വിളിച്ചു ചോദിച്ചപ്പോൾ ആ ഒരു ലേഡിയാണ് സംസാരിച്ചത്. അവർ ആദ്യമേ പറഞ്ഞത് ഇത് ലോഡ് ഷെഡിങ് ആണെന്ന് പറഞ്ഞു. ആ ലോഡ് ഷെഡിങ് എന്നുള്ള വാക്ക് അവർ ഉച്ചരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എന്തുണ്ടായേ, വേറൊരാൾ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു ലോഡ് ഷെഡിങ് അല്ല, ഞങ്ങൾക്ക് ലോഡ് കൂടിയതുകൊണ്ട് കട്ടായി പോകുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ വിളിച്ചു തന്നിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല. ഇതാണ് അവരുടെ ഭാഗം. അപ്പൊ ശരിക്കും ഇത് ലോഡ് ഷെഡിങ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെൻഡ് പേര് വന്നിട്ടുണ്ട്, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് ഇപ്പൊ ഒരു ട്രെൻഡ് പേര് വന്നിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെൻഡ് പേരാണെന്നുണ്ടെങ്കിലും ഈ പഴയ ചട്ടിന്ന് പുതിയ ചട്ടിയിലേക്ക് എടുത്ത് മാറ്റി വെച്ച പോലെ തന്നെയല്ലേ. പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കറണ്ട് വരും എന്ന് പറയുന്നത് 15 മിനിറ്റ് കഴിഞ്ഞ് കറണ്ട് വരും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പോകും, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ഈ 15 മിനിറ്റ് 20 മിനിറ്റ് പറയുകയാണെങ്കിലും ഈ 20-15 മിനിറ്റ് എത്രത്തോളം നീണ്ടു നിൽക്കുന്ന നമുക്കറിയത്തില്ല. എന്താണെങ്കിൽ 11 മണിയാണ് ഇവരുടെ ടാർഗറ്റ് ടൈം. ഈ 3 ദിവസം അടുപ്പിച്ച് ഇതേ സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ ഉഷ്ണതരംഗത്തില് ആളുകൾ നട്ടം തിരിയുമ്പോഴത്തേക്കും രാത്രി ഒന്ന് ജനൽ വന്നിട്ട് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പാമ്പ് കടി പുറകെ വരും. എന്തിനാ ഇനി പുറത്ത് കിടക്കുന്ന പാമ്പിനെ ഉള്ളിലേക്ക് വലിച്ചിട്ട് കടി വാങ്ങിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് എന്താണെങ്കിൽ ഒരു 11 മണിക്ക് ഒരു യോഗം വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിനൊരു എന്താ പറയാ, ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള പറഞ്ഞിട്ടെന്നാ പറഞ്ഞത്. പക്ഷെ അതിന് മുന്നേ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതല്ലേ. പവർക്കെട്ടില്ലാത്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇലക്ഷൻ പ്രചാരണം. 10 വർഷത്തെ പവർക്കെട്ടില്ലാത്ത കേരളം. അതെ. പക്ഷെ പവർ കട്ട് എന്താണെന്ന് അറിയില്ലെങ്കിലും പവർ കട്ട് മീൻസ് പവർ കട്ടാവുന്നു. അതെല്ലാ കുട്ടികൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അവര് ക്യാമ്പയിൻ നടത്തിയിരുന്നത് ഇങ്ങനെയായിരുന്നു, അമ്മ എന്താണ് ഈ പവർ കട്ട്? കാരണം രാജീവ് പറഞ്ഞതാണ് പവർ കട്ട് ഇല്ലാത്ത 10 വർഷമാണ്. ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് പവർ കട്ട്, ആ വാക്ക് പോലും അവർ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ കുട്ടികൾ ആ വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. പോകുന്നുണ്ട്, ഉച്ചക്കൊക്കെ പോകുന്നുണ്ട്, ഒരു 1 മണി 2 മണി സമയത്തൊക്കെ കറണ്ട് പോകുന്നുണ്ട്, രാത്രി സമയങ്ങളിൽ പോകുന്നുണ്ട്. മുൻപ് പവർ കട്ട് എന്ന് പറഞ്ഞാല് 8 മണിക്ക് ഡെയിലി 8 മണിയാവുമ്പോൾ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അതും 10 മണി കഴിഞ്ഞാൽ പോകാൻ പാടില്ല എന്നും ഉണ്ടായിരുന്നു. ശരിയല്ലേ? പക്ഷെ ഇപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് 11 മണിയാണ് ഇവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ എല്ലാരും നമ്മൾ ഉറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോ ഈ ഒരു ഉഷ്ണത്തിലെങ്കിലും നമ്മൾ കിടന്നുറങ്ങും. നമ്മൾ എങ്ങനെ കിടന്നുറങ്ങാം? പക്ഷെ ഇലക്ഷൻ കഴിയും വരെ ഇപ്പൊ ഈ പറയുന്ന കറണ്ടിന്റെ ക്ഷാമമാണ് KCB പ്രധാനമായിട്ടും പറയുന്നത്. ഈ നമ്മളിപ്പോ ലോഡ് ഷെഡിങ് ആയിക്കോട്ടെ, ഇപ്പൊ ഇവര് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പീക്ക് പവർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ പേരായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഒരു പറയുന്ന റീസൺ എന്ന് പറയുന്നത് നമുക്ക് തരാനുള്ള കറണ്ട് ഇല്ല, കേരളത്തില് കറണ്ടിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുതലാണെന്നാണ്. വർദ്ധിപ്പിച്ചിട്ടില്ല യൂണിറ്റ്, ഇത്ര യൂണിറ്റ് തന്നെ ഇപ്പോഴും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നമ്മള് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതും കുറവാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണെന്നാ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഇലക്ഷന്റെ ഒരു ടൈമില് ഇതൊന്നും ബാധിച്ചു? അത് അവരുടെ വിഷയമായിരുന്നു. കാരണം 10 വർഷത്തെ പവർ കട്ട് ഇല്ല എന്നുള്ളത് അവർക്ക് കാണിക്കണമായിരുന്നു. ആ ഒരു സംഭവം തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഞങ്ങൾ 10 വർഷമായിട്ട് കറണ്ട് കട്ടൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രധാനമായിട്ടും പറയാം, ജനം ഇത് അറിയണം. കാരണം നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. അതെ. ഇനിയിപ്പൊ എന്തു ആവാം. അപ്പൊ ഒരു ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ഉണ്ടോന്ന് അറിയില്ല. ഇനി 3.0 ആണോ നമുക്ക് അറിയത്തില്ല. ഇനി 3.0 ആണോ, ഇനി പുതിയ കസരകളിയുടെ ആൾക്കാരാണോ വരുന്നേ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപാദനം ഇപ്പൊ ഇവിടെ കുറവാണ്. ഇപ്പൊ ക്ഷാമാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ കാണാതെ ഇനി ആരധികാരത്തിൽ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. 11 മണിയിൽ ചിലപ്പോ 12:30 ആയിരിക്കും അപ്പൊ കട്ടിങ്ങിന്റെ സമയം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോണൊന്നുമില്ല അവിടെ. ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യും, കുറയാം. പക്ഷെ അവിടെയും ബുദ്ധിമുട്ടുന്നത് ആരാ? സാധാരണക്കാരെ നമ്മള് തന്നെയാണ്. അവരുടെ വീട്ടില് ജനറേറ്റർ ഉണ്ടാവും. അതെ, ജനറേറ്റർ, ഇൻവേർട്ടർ ഉണ്ടാവും, എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടോ അതെല്ലാം ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. അപ്പോഴും ജനങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ല, അതുപോലെ ജനറേറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോ ചൂട് കൂടുന്ന ടൈമാണ് ഇനി വരുന്നത്. ഇതിപ്പോ ഏപ്രിൽ ലാസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളൂ, ഇനി മെയ് കിടക്കുന്നു. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എല്ലാവരും ഒരേപോലെ ബാധിക്കും. പക്ഷെ രാത്രി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരെ തന്നെയായിരിക്കും.
കാരണം ഫെസിലിറ്റി നമുക്കില്ല. നമുക്ക് ജനൽ തുറന്നിടാൻ പറ്റത്തില്ല, വാതിൽ തുറന്നിട്ട് കിടക്കാൻ പറ്റില്ല. പണ്ടൊക്കെ കള്ളന്മാരായിരുന്നു ശല്യം, പക്ഷെ ഇപ്പൊ പാമ്പാണ്. കൊതുക് കടിച്ചിട്ട് ഡെങ്കു മലേറിയ പോലുള്ള ഒരുപാട് അതിനേക്കാൾ ഏറ്റവും വലിയ പാമ്പ് കടി. കാരണം പാമ്പ് കടിച്ചതിന് അടുത്ത് പെട്ടെന്ന് എത്തിക്കാനുള്ള ഹോസ്പിറ്റൽസിൽ ആന്റിവെനം കൊടുക്കുന്ന അതില്ല, ഫെസിലിറ്റി ഇല്ല. അതാണല്ലോ പല കുട്ടികളും മരിച്ചത്. ഇന്ന് കഴിഞ്ഞ ദിവസം മരിച്ചില്ലേ, ആന്റിവെനം കൊടുത്തിട്ടില്ല. കാരണം കൊടുക്കാനായിട്ട് അവിടെ അതില്ല. എന്നിട്ട് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെയുള്ള പറയുന്നത് നിങ്ങൾ അടുത്ത ലൊക്കാലിറ്റിയിൽ ഇത്ര എടുത്താണ് ആന്റിവെനം കൊടുക്കുന്ന ഫെസിലിറ്റി ഉള്ളത്, ഇന്ന പാനിക് ആവരുത്, ഒരു പ്രിക്കോഷൻസ് എടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോഴാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു പാമ്പ് കടി ഒരു കുടുംബത്തിൽ 2 കുട്ടികളെ കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഈ വിവരം അപ്പൊ പുറത്തുവിട്ടില്ല? അപ്പൊ ആളുകൾക്കല്ലേ എവിടെ എത്തിക്കണം എവിടെ എത്തിക്കണ്ട എന്നുള്ള ഒരു അവയർനെസ് ആദ്യമേ കൊടുത്തിട്ടില്ല, എന്ത് ചെയ്യണം എന്നുള്ള കൊടുത്തിട്ടില്ല. ഇപ്പൊ ആരെങ്കിലും ഒക്കെ മൂന്നാമതൊരാൾ പറയണ കേട്ടിട്ടാണ് ഓരോ ആൾക്കാർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാലാണല്ലോ അതിന് വേണ്ട മുൻകരുതലുകൾ നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ കൊടുക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു ചിന്ത പോകുന്നില്ല. പക്ഷേ ആ ഒരു ഇപ്പൊ ഒരു സംഭവം നടന്നു, ഇപ്പം ഈ പാമ്പേടി ഏറ്റു ആന്റിവെനം ഇല്ല എന്ന് പറഞ്ഞു, എല്ലാ ഹോസ്പിറ്റലുകളും അതിനുള്ള സൗകര്യം ഇല്ല. പക്ഷെ ഇപ്പൊ ഈ നിൽക്കുന്ന ഈ ഒരു ടോപ്പിക് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറൊരു വിഷയം വരുന്നത്. അപ്പൊ ഇത് ജനങ്ങളടങ്ങുന്ന നമ്മളടക്കം ആ ഒരു വിഷയത്തെ വിട്ടുകളയും. പിന്നെ അടുത്ത പാമ്പുകടി കേൾക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഭീഷണി സംഭവിച്ചിട്ടുണ്ട്, 2 കുട്ടികൾ ഒരുമിച്ച് കടിച്ചിട്ടുണ്ട്, ഒരു കുട്ടി മരിച്ചു, ആ വീടിന്റെ അടിത്തറ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര പാമ്പുകളും ശംഖുവരൻ ഇത്ര എണ്ണം വേറെ അവിടെ ഉണ്ടെന്നുള്ള അപ്പോഴായിരിക്കും അടുത്ത് വരുമ്പോ. ഇപ്പൊ പീഡന കേസാണെങ്കിലും പാമ്പുകടി കേസാണെങ്കിലും കൊലപാതക കേസാണെങ്കിലും മയക്കുമരുന്ന് കേസാണെങ്കിലും ഓരോരോ അത് വരുമ്പോഴാണ് ഓരോരുത്തർ പഴയ കാലങ്ങൾ എല്ലാവരും പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു അത് വന്നിട്ടില്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല. വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് തന്നെ ആരോഗ്യത്തിനൊരു മന്ത്രിയുണ്ട്, അത് ബഹുക്ഷേമമാണല്ലോ. വൈദ്യുത മന്ത്രി തന്നെ പറയണേ, വൈദ്യുത മന്ത്രി ഇപ്പോഴും പറയുന്നത് അപ്രഖ്യാപിത പവർ കട്ടാന്നാ പറഞ്ഞത്. പ്രഖ്യാപിത പവർ കട്ടാണെന്ന് പറയാൻ പറ്റും, നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ അവരറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ചിലപ്പം. അവരറിയേണ്ട ആവശ്യമില്ലല്ലോ, അവനറിയേണ്ട ആവശ്യമില്ല. എന്തോ ഒരു കോമഡി പറയുന്നുണ്ട്, കേരളത്തിലെ റോഡുകളെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ട്രെയിനിൽ സഞ്ചരിച്ചു. അതെ, അതിനേക്കാൾ വിറ്റാണല്ലോ അമേരിക്കയിലെ റോഡും കേരളത്തിലെ റോഡുമായിട്ട് കമ്പയർ ചെയ്ത മുഖ്യമന്ത്രി വരെ ഇവിടെ ഉണ്ട്. ആ മുഖ്യമന്ത്രിക്ക് അതിന്റെ യാഥാസ്ഥിത അറിയണമെങ്കിൽ മഴക്കാലത്തൊന്ന് എറണാകുളത്തെ റോഡിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി. കുഴി ഏതാ റോഡ് ഏതാന്നൊന്നും അറിയില്ല, ഹാന പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഏതാന്നുള്ള, ഒരേപോലെ കരകവിന് ഒഴുകുകയാണ്. അപ്പൊ ഇത്രയൊക്കെ പോരായ്മ ഉണ്ടായിട്ടും ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ ഉൾപ്പെടെ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കുമ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ പവർ കട്ട് ഉണ്ടോ? അല്ല, അതായിട്ടൊരു കമ്പാരിസൺ ഇവർ നടത്തിയിട്ടില്ല ഇതുവരെയായിട്ട്, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, ഇത്തവണത്തെ കറണ്ട് ബില്ല് എല്ലായിടത്തും ഭയങ്കര കൂടുതൽ. AC ഉള്ളടത്ത് പ്രത്യേകിച്ച് 20ക്ക് മുകളിലാണ് അവർക്ക് കയറുന്നത്. അതെ, കൂടുതലാണ് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഈ കറണ്ട് ബില്ലിനെ 3 അവര് റീഡ് ചെയ്യുന്നത്. ഈ പകൽ ടൈമില് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു പീക്ക് ടൈം എന്നൊക്കെ വെച്ചിട്ടുള്ള പോലെ വെച്ചിട്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ റീഡ് ചെയ്യുമ്പോ തന്നെ ഇപ്പം ഒരു സാധാരണക്കാരന്റെ വീടിനെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോ നമ്മളെല്ലാവരും പണി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടാണ് എല്ലാ വീട്ടിലും ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 6 മണിക്ക് ശേഷം. 6 മണി തൊട്ട് ഒരു 10 മണി വരെയെങ്കിലും നമ്മള് പ്രോപ്പർ ആയിട്ട് ജോലി ചെയ്ത് വന്നു കഴിഞ്ഞവർ അടുക്കളയിൽ കയറുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം ആ ടൈമിലാണ്. അതാണ് ശരിക്കും ഒരു പീക്ക് ടൈം. ആ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക? പക്ഷെ ആ പകൽ ടൈം എന്ന് പറയുന്നത് ചിലപ്പം ഇപ്പൊ എല്ലാവരും ജോലിക്ക് പോകുന്നവരാ, വെക്കേഷൻ ആയതുകൊണ്ട് മാത്രം കുട്ടികൾ ഉണ്ടാവും, യൂസ് ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒന്നും ആ വീട്ടിൽ പിന്നെ പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം. ഒന്നുമില്ല. പക്ഷെ ഈ പറയുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ആക്കി വെക്കുകയും ചെയ്യും. അവിടെ ഇങ്ങനൊരു ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം. സാധാരണക്കാരല്ലല്ലോ ഇവർ നോട്ട് ഇടുന്നത്. ഇവരുടെ മനസ്സിൽ സാധാരണക്കാരുടെ ഒരു ചിന്തയില്ല. പറയുമ്പോ സാധാരണക്കാരുടെ പാർട്ടിയാണ്, അടിത്തട്ടിൽ നിന്ന് വരുന്ന പാർട്ടിയാണ് ഇതെന്ന് പറയും. സാധാരണക്കാരുടെ കൂടെ നിൽക്കുവാണ്. ആ സാധാരണ ചോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു പ്രസ്ഥാനമാണെന്നാണ് പണ്ട് മുതലേ ആളുകളുടെയൊക്കെ ഒരു വിചാരം. പക്ഷെ ഇപ്പോൾ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ കുത്തക മുതലാളിമാരും അതേപോലെ അവർക്ക് സാധാരണക്കാരെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണക്കാരല്ല, എല്ലാം തികഞ്ഞവരാണ് അവരുടെ സാധാരണക്കാർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ ഇന്ന് ഇവര് ഈ ഒരു പവർ കട്ടിനും കറണ്ടിന്റെ ക്ഷാമത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവരിരുന്ന് സംസാരിക്കുന്നത് AC റൂമുകളിൽ ഇരുന്നോണ്ടായിരിക്കും. ആയിരിക്കുമല്ലോ. പക്ഷെ അതിനൊരു സൊല്യൂഷൻ കിട്ടുമോ? അവരതെന്താണെന്ന് അറിയണം. ഇതെന്താണ് ഇങ്ങനെ വന്നത്, ജനങ്ങൾ എന്താണ് ഇപ്പൊ ഇത് ചർച്ച ചെയ്യാൻ കാരണം എന്നാണ് അവർക്ക് അറിയേണ്ടത്.
അവരതിനൊരു തീരുമാനമാക്കും. കാരണം ഇതിപ്പോ പ്രശ്നം രൂക്ഷമായത് സോഷ്യൽ മീഡിയയിലും പല പ്രമുഖ മാധ്യമങ്ങളും ഇത് ചർച്ചയാക്കിയത് കൊണ്ടാണ് ഇത് ഇന്നൊരു 11 മണിക്ക് ഇതിന്റെ ഒരു യോഗം വിളിച്ചെടുത്തത്. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കിയിട്ടുണ്ട്. അന്നത്തെ രാജീവിന്റെ വാക്കുകൾ എടുത്ത് പറയുന്നത് അവരെ ക്യാമ്പയിൻ തന്നെ അമ്മ എന്താ ഈ പവർ കട്ട് അത് പറഞ്ഞിട്ടാണ് അവർ കളിയാക്കുന്നത്. ശരി, 10 വർഷത്തെ പവർ കട്ടില്ല, 10 വർഷത്തെ സ്ത്രീ സുരക്ഷ ഒരുപാട് അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ 10 വർഷത്തിൽ എന്തൊക്കെ ഇവരൊക്കെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടന്നേക്കുന്നത് ഫുള്ള്. സ്ത്രീ സുരക്ഷയുടെ കാര്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനൊരിക്കലും ഇപ്പം കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് അക്രമങ്ങൾ സംഭവിച്ചത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തന്നെയായിരുന്നു. ഒത്തിരി കുട്ടികളടങ്ങുന്ന എല്ലാം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്റെ വീടിന് അപ്പുറത്തൊരു ചേട്ടൻ ഒരു കുട്ടീനെ കൊല്ലുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ല, ആരും ഇവിടെ അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ ഒരു നിയമം ഉണ്ടല്ലോ. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണെങ്കിലും BSന്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിലും ഇപ്പൊ പിണറായിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് അറിയിച്ചുകൊണ്ടല്ല പീഡനം നടത്തുന്നേ. പക്ഷേ ഇത്രയും ഞാൻ പറഞ്ഞെല്ലാം നടക്കുന്നേ. പക്ഷേ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സമയത്ത് ഇതിലെന്താ ഇതൊന്നും കണക്കെടുപ്പ് നടത്താത്തതെന്നാ ഞാൻ ചിന്തിക്കുന്നത്. കണക്കെടുപ്പ് നടത്താത്ത 10 വർഷം സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അവര് ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണെന്നാണ് അവരുടെ ഭാഗം പറയുന്നത്. സ്ത്രീ സുരക്ഷ 10 വർഷം സ്ത്രീ സുരക്ഷ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളതല്ല, റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും പ്രമുഖ മാധ്യമങ്ങളും പറയുമ്പോഴാണ് നമ്മൾ പോലും ഈ ഒരു വാർത്ത അറിയുന്നത്. ചിലപ്പോൾ നമ്മുടെ വീടിന് അടുത്തായിരിക്കും, നമ്മൾ രാവിലെ കണ്ട് സംസാരിച്ച വ്യക്തിയായിരിക്കും ചിലപ്പോൾ പ്രതിയായിരിക്കുന്നത്. നല്ലവനായ ഉണ്ണികൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് അറിയുമ്പോൾ വ്യക്തമായിട്ട് അറിയാൻ നിങ്ങൾ തന്നെ ആയിരിക്കും, അല്ലാതെ അറിയത്തില്ലല്ലോ. ആർക്കും അറിയാൻ പറ്റില്ല. അവരുടെ വീട്ടുകാർക്ക് പോലും അറിയോ ഇങ്ങനെ ഒരു പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണ് വീട്ടിൽ കിടക്കുന്ന ഒരുമിച്ച് താമസിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഇത്രയും ക്രൂരത കാണിക്കുമ്പോൾ ആ ക്രൂരത മാധ്യമങ്ങൾക്ക് കൊണ്ട് വെളിപ്പെടുമ്പോഴാണ് അറിയുന്നത്. അത് ഒരു തരത്തിൽ പേടിയില്ലാത്തത് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്നുവെച്ചാ ഉദാഹരണം ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സൗമ്യനെ ട്രെയിനിൽ തള്ളിയിട്ടിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ആ പെൺകുട്ടി അനുഭവിച്ച വേദനയുണ്ട്. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ആ ട്രെയിനിലുള്ള ആളുകൾ ആരെങ്കിലും പ്രതികരിച്ചിരുന്നു, ചങ്ങല വലിച്ചിരുന്നെങ്കിൽ അവളെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ ഇടയ്ക്കാണ് നമ്മളെല്ലാവരും വളർന്നു വരുന്നത്. ആ സൗമ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഗോവിന്ദച്ചാമിനെ വെള്ളപൂശമൊന്നുമല്ല, ഗോവിന്ദച്ചാമി തെറ്റുകാരൻ തന്നെ. പക്ഷെ അതുപോലെ തന്നെ ആ ട്രെയിനിൽ ഇരിക്കുന്ന ആളുകളും എന്തോ ഒന്ന് പുറത്തേക്ക് ചാടിയെന്നും ഇവയാൾ തള്ളിയിട്ടു എന്നും ചില ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എന്തുകൊണ്ട് ട്രെയിനിൽ ചങ്ങല വലിച്ചുകൂടാ? എന്തുകൊണ്ട് ചങ്ങല വെച്ച ഒരു സിനിമ ഇറങ്ങിയതാ, ബ്രേക്കിംഗ് ന്യൂസ് എന്നൊരു സിനിമ ഇറങ്ങിയതാ. ആ സിനിമയിൽ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് കാവ്യ ഇല്ലാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട്, എന്നിട്ട് പ്രതികരിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ കാണിക്കുന്നു. അപ്പൊ നമുക്ക് തന്നെ വ്യക്തമാണ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി തന്നെ ഉണ്ട്. പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ. ഇല്ലാത്ത അവസ്ഥയാണ് നമുക്ക് മുന്നിലെ റിയാലിറ്റി. അപ്പൊ പ്രതികരണശേഷി ഇല്ലാത്തൊരു സമൂഹമാണ് ഇവിടെയുള്ളത്. പിന്നെ ഇത്രയും വർഷമായിട്ടും വധശിക്ഷ വിധിക്കുന്ന ഒരാളാണ്. അന്ന് ചാവാറായ പോലെയാണ് പിടിച്ചത്. ഇന്ന് സിനിമാ നടൻ ബാലയുടെ പോലെ ലെവലെത്തി പുള്ളിക്കാരൻ. എന്നിട്ട് കഴിഞ്ഞ വർഷം ജയിലിയാടി പുള്ളിക്കാരൻ സ്കെൽറ്റായിട്ട്. ഭക്ഷണം കുറച്ചു എന്ന് പറഞ്ഞ് അതും ദുരൂഹതയാണ് ജയിൽ ചാടിയത്. അഴിക്കുള്ളിൽ കൂടെ നൂണ്ടിറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും വലിയ മതിൽ എങ്ങനെ ചാടി? ഒരു കൈയേ ഉള്ളൂ. അപ്പറ്റ് പോലീസുകാർ പറഞ്ഞ അസാമാന്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ബാലരമയിൽ എഴുതിയേക്കുന്ന കഥകളല്ലല്ലോ ഇപ്പോഴത്തെ. അസാമാന്യനാണ് എന്നാ ശരിക്കും പറഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസ് ഈ കേരളത്തിൽ ഇപ്പൊ ആൾക്കാർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ചാടിയത് ഒന്നും കൂടി കാണിക്കാൻ പറയണമായിരുന്നു, റീക്രിയേറ്റ് ചെയ്യാൻ പറയണമായിരുന്നു. അതാരെങ്കിലും ചെയ്യിപ്പിച്ചോ? ഇല്ല. പകരം ഏതോ ഒരു പൊട്ടക്കഞ്ചിൽ നിന്ന് അയാൾ എടുത്തോണ്ട് വരുവാണ് നമ്മളെ കണ്ടത്. ആ ടൈമില് ഇപ്പം നമ്മുടെ ഇവിടെ ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി കഴിഞ്ഞാല് കേരളത്തിലുള്ളവർക്ക് അത് ശ്രദ്ധിച്ചിരിക്കാനും ഇത് മാത്രം നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, മേ ബി ഈ നമ്മുടെ സർക്കാർ ആയിക്കോട്ടെ, നമ്മുടെ സമൂഹം ആയിക്കോട്ടെ, ന്യൂസർ ആയിക്കോട്ടെ, എല്ലായിടത്തും അഴിമതിയും പല പരിപാടികളും നടക്കുന്നുണ്ട്. എന്തെങ്കിലും മറയ്ക്കാനോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്നും നമ്മുടെ ഫോക്കസ് മാറ്റാനോ വേണ്ടിയിട്ടായിരിക്കുമോ അങ്ങനെ ഒരു ജയിൽ ചാടൽ നാടകം ഉണ്ടാക്കിയത്? ആയിരിക്കാം. കാരണം അന്നത്തെ ഒരു സമയത്ത് എന്താണോ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഉദാഹരണം, കേരളത്തിൽ എന്തെങ്കിലും ഒരു അഴിമതി കേസ് പുറത്ത് വരുമ്പോഴത്തേക്കും അപ്പുറത്ത് എന്തെങ്കിലും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജയിൽ ചാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡന കേസോ എടുത്തിടും, സ്വാഭാവികം. അപ്പൊ ശ്രദ്ധ അതിലേക്ക് പോകും. ഇപ്പൊ ഉദാഹരണം തന്നെ നമ്മുടെ സ്വർണ്ണക്കൊള്ള കേസ് വന്നു. ആ ഒരു സമയത്ത് എന്തൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നു പോയി. അപ്പൊ സൈഡായി, സ്വർണ്ണക്കൊള്ള കേസ് സൈഡായി.
അപ്പൊ അറസ്റ്റ് ആയേക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള അത് സമർപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത്? സാധാരണക്കാരെ മാത്രമേ എപ്പോഴും വിട്ടുപോകത്തുള്ളൂ. പിടിപാടുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുള്ള മൈൻഡ് തന്നെയാണ് ഇപ്പൊ. പലരും കുറച്ചു പേരെങ്കിലും സോഷ്യൽ മീഡിയ എന്നൊരു പറയുന്ന പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റിയാക്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല, എങ്കിലും റിയാക്ട് ചെയ്യാൻ പക്ഷെ അവയർനെസ് ആയിട്ടുണ്ട്. പണ്ട് ഇവർ പറയണതും ഇവരുടെ ഇപ്പൊ ഓരോ മാധ്യമങ്ങള് ഓരോ അജണ്ടയാണ്, ഓരോ പാർട്ടിയുടെ പ്രവർത്തനത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു മാധ്യമത്തിലും ഇല്ലാത്ത കുറെ വ്യക്തികൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അവർക്കായിട്ടുള്ള രീതിയിൽ അവർ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്നതിലൂടെ പണ്ടൊക്കെ ആൾക്കാർക്ക് കമന്റ്സ് ഒക്കെ ഭയങ്കര വൾഗാരിറ്റിയാണ്. പക്ഷെ ഇപ്പോൾ ചില കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ആൾക്കാർ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് പ്രതികരിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം അതാണ്. അവർക്ക് ഇപ്പൊ ഡയറക്റ്റ് പറഞ്ഞാലൊന്നും ആരും കേൾക്കത്തൊന്നുമില്ല. അവരെ പരാതി പോലും ചിലപ്പോൾ സ്വീകരിക്കില്ല, തള്ളിക്കളയണ അവസ്ഥ വരും. ഇപ്പൊ നമുക്ക് വേണ്ടി പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു പരാതി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിലോ അതിൽ വന്ന് ലൈവ് ഇടാം. കാരണം ഇപ്പൊ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ എല്ലാം നല്ലതാണ്. എല്ലാത്തിനും രണ്ടു വശമുള്ള പോലെ അതിന് നെഗറ്റീവായിട്ട് കാണിക്കുന്നതുണ്ട്. പക്ഷെ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവേക്കാൾ നെഗറ്റീവ് തൊരയാനുള്ള ഒരു ത്വരയുണ്ട് മലയാളികൾക്ക്. അത് ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും പറയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ജനങ്ങളുടെ ശബ്ദം എന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രതികരിക്കാം. നമുക്ക് പറയാം ഇപ്പൊ ആരെ പറ്റി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് മന്ത്രിമാരെ ആവിഷ്കാര സ്വാതന്ത്ര്യം ശരിക്കും നമുക്ക് ഇവിടെ ഉണ്ട്. അത് ശരിക്കും അതിൻ്റെ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷെ എത്രത്തോളം വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ പറ്റാത്തത്. ചിലയിടത്ത് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ചിലയിടത്ത് അതില്ല. ചില വിഷയങ്ങൾ അത് സംസാരിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയേണ്ടി വരും. അതിപ്പോ ഏത് സിനിമയാണെങ്കിൽ, ഇപ്പൊ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് എവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ കേരള സ്റ്റോറിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം എമ്പുരാനിൽ കട്ട് വന്നപ്പോൾ ചോദിച്ച ആളുകളുണ്ട്, സിനിമയായിട്ട് കണ്ടാ പോരെ, സിനിമയായിട്ട് ഞോട്ടെ പോയി സിനിമയായിട്ട് കണ്ടാ പോരെ. അപ്പൊ എന്തുകൊണ്ട് കേരള സ്റ്റോറിയിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് ഇത്രയും നാളില്ല എന്നായിരുന്നു ഇവരുടെ വാദം. ഇപ്പൊ TCS മതപരിവർത്തനം നിർബന്ധിതമായിട്ട് നടത്തി എന്നുള്ളൊരു വാർത്ത വന്നു. TCS മഹാരാഷ്ട്രയിലെ നാസിക്കിലെ TCS നിർബന്ധിത മതപരിവർത്തനം നടത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കി. ഇപ്പോൾ മറ്റു മതങ്ങളിലെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുള്ള 8ഓളം കേസുകളും 9 FIRകളും പുറത്തു വന്നിട്ടുണ്ട്. 11ഓളം പേര് ഇപ്പൊ അറസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാളിതൊന്നും ഇല്ലാന്ന് പറഞ്ഞവര് ഇപ്പൊ ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരികയാണ്. ഇതിന്റെ പ്രൊപ്പഗണ്ടയാണെന്ന് പറയുമെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ മൊണാലിസയുടെ വിവാഹം കേരളത്തിലാണ് നടത്തിക്കൊടുത്തത്, പ്രായപൂർത്തിയായിട്ടില്ലാന്ന് ഒരു വാദമുണ്ട്. ഇപ്പൊ ഈ അടുത്ത കേരള സ്റ്റോറി 3 പാർട്ട് ഇറങ്ങുവാണെങ്കിൽ ഇതെല്ലാം അവർ വിഷയമാക്കും. അപ്പടി ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പറയുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം എന്തായാലും മസ്റ്റായിട്ടൊരു വിഷയത്തിന് ഇവർ തന്നെ ഹോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇവർ പ്രതികരിക്കേണ്ടടുത്ത് പല ആൾക്കാരും ഇന്നും പ്രതികരിക്കുന്നില്ല. അതൊരു വലിയൊരു പോരായ്മയാണ്. ആര് ഭരിച്ചാലും എന്ത് വന്നാലും ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും അത് നമ്മുടെ വിഷയമല്ല. ഒരു ചില നിഷ്പക്ഷരുണ്ട്. ഏറ്റവും സാധാരണക്കാർക്കിടയിൽ ചെന്നിട്ട് ആര് ജയിക്കണം, എന്ത് ചെയ്യണം, എന്താ അഭിപ്രായം എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു 100-ൽ ഒരു 90% ആൾക്കാരും പറയുന്നത് ആരെങ്കിലും ഒക്കെ ഭരിക്കട്ടെ, ഞങ്ങൾ പണിക്ക് പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാം. ആ മൈൻഡാണ് അവർക്ക്. പക്ഷേ വോട്ട് അവകാശം എന്നുള്ള രീതിയിൽ ഇപ്പോഴും ആൾക്കാര് ചൂസ് ചെയ്യുന്നതിൽ വലിയൊരു കുറവുണ്ട്. കാരണം പണ്ട് മുതലേ ഞാൻ കുത്തി വന്നത് ഇതാണ്, ഞാൻ ഇനി ഇതിലേ കുത്തത്തുള്ളൂ എന്നല്ല. പക്ഷെ ഞങ്ങൾ അതിൽ മാറത്തില്ല, എനിക്ക് കഴിയത്തില്ല. അവരെന്തോ പെട്രാക്കി പോലത്തെ സംഭവങ്ങൾ ഇടിഞ്ഞു പോണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കൈപ്പത്തിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അരിവാച്ചുട്ടിക്കയാണ്, ഞങ്ങൾ താമരയാണ്, ഞങ്ങൾ വർഷങ്ങളായിട്ട് അതിൽ തന്നെ കുത്തത്ത്, ഞങ്ങൾക്ക് മാറ്റി പറ്റത്തില്ല. പക്ഷെ ശരിയാണ്, ഓരോരുത്തർക്കും ഓരോ പാർട്ടിയുണ്ട്. പക്ഷെ അതനുസരിച്ചിട്ട് ആ പാർട്ടിയുടെ പോകുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിച്ചാലേ അവർക്കൊരു മറുപടിയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കോട്ട് CPM കൊടുത്തു, ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രതീക്ഷ വിജയം അത്ര കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഒരു തെറ്റ് പോലും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. ചിലർ പറയും കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്, തോറ്റൊന്ന് മനസ്സിലാക്കാനാണ് പാടെന്ന് പറയും. ശരി, കാരണം അത് ഭയങ്കര വിഷയമാണ്. MM മണി തന്നെ പറഞ്ഞത് എന്താ, ഔദാര്യം പറ്റിയിട്ട് പിറപ്പുവഴി കാണിച്ചു എന്നാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് ഇതെല്ലാം കൊടുത്തിട്ട്, അതായത് അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുത്തിട്ട് പിറപ്പ് പണി കാണിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ഖജനാവിലത്തെ പണം എന്ന് പറയണത് ജനങ്ങളുടെ പണമാണ്, അല്ലാതെ ഇവരാരും മണിയാശന്റെ വീട്ടിൽ നിന്ന് കൊണ്ടത് പണമല്ല. അപ്പൊ ശരിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് 24 മണിക്കൂർ തികഞ്ഞതിന് മുമ്പ് അയാൾ വാക്ക് മാറ്റി പറഞ്ഞു, എന്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി. കാരണം എന്താ, അയാൾക്കെതിരെയായി എല്ലാവരും. മണിയാശൻ ഇതിനു മുമ്പ് 1, 2, 3 പരിപാടി നടത്തിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ കൊന്നപ്പോ ഞങ്ങൾ ഇന്നൊന്നും കൊന്ന് ആട് സിനിമയിൽ കാണിക്കുന്നില്ല എൻട്രൻസിന്റെ കാര്യത്തിൽ 1, 2, 3 കറക്റ്റ് അതേപോലെ തന്നെയാണ്. എന്നൊരു കോമഡി പീസ് തന്നെയാണ്. പക്ഷെ എന്താ പറയാ, ഇതൊക്കെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ. ഇപ്പൊ ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കണം, ഇല്ലെങ്കിൽ ആ പാർട്ടി അധപതിച്ചു പോകും.
പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലയിടത്തും അധപതനം നമ്മൾ കണ്ടതാണ്. ഏത് പാർട്ടിയിലാണെങ്കിലും തെറ്റ് തിരുത്താൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ അധപതനം തന്നെയായിരിക്കും. ഇപ്പൊ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP-യോ ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും തിരുത്താൻ ഒരാൾ മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വൺ മാൻ ഷോ തന്നെയായിരിക്കും. ആ വൺ മാൻ ഷോ തന്നെ കുറച്ച് കഴിയുമ്പോൾ അധപതനത്തിലേക്ക് വരും. ജനങ്ങൾ അവരെ കടക്ക് പുറത്തുനിന്ന് ജനങ്ങളും പറയും.